RSS അജണ്ട ഉണ്ട്. കോൺഗ്രസ് വരരുത്, കോൺഗ്രസ് വരരുത്, ഇന്ത്യയിൽ എവിടെയും വരരുത്, നായി തൊട്ട കലം പോലെ അതിനെ എവിടെയെങ്കിലും കൊണ്ടിട്ട് വെക്കണം. കോൺഗ്രസിനെ പറ്റി അതേ അടിയാണ് ഇവർ കേൾക്കാൻ പോകണം കേട്ടോ. കോൺഗ്രസ് കളിച്ച ആദ്യത്തെ കളിയുണ്ടല്ലോ, സംഘപരിവാരത്തിന്റെ എല്ലാ വൈറസുകളും കയറിയത് കോൺഗ്രസിന്റെ ശരീരത്തിലൂടെയായിരുന്നു. കോൺഗ്രസ് അത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ജിന്നിനെയും ഭൂതത്തെയൊക്കെ ഇറക്കണ പോലെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, പോണവരൊക്കെ അങ്ങോട്ട് പോയിക്കോ, ആ കേടുള്ളവരൊക്കെ അങ്ങോട്ട് പോയിക്കോ, എന്നിട്ട് അവിടെ പോയി പണിയെടുത്തോ. എന്തിനാണ് ഇവിടെ നിന്നിട്ട് ശശി തരൂരിന്റെ ശരീരത്തിലൊക്കെ ആ സാധനം ഉണ്ട്, അത് വേറെ സാധനമാണ്. അതാ എവിടെയാണ് വന്നത്, എന്താണ് വന്നത്? അണ്ടർ സെക്രട്ടറി ആയിരുന്നു യുണൈറ്റഡ് നാഷനിലെ. എവിടെയെങ്കിലും വെച്ചിട്ട് സംഘപരിവാരത്തെ തീക്ഷ്ണമായിട്ട് വിശകലനം ചെയ്യുന്ന, അതേസമയം നെഹ്റുവിനെയും ഗാന്ധിയെയും കോൺഗ്രസിനെയൊക്കെ നന്നായിട്ട് ഇയാൾ എഴുതി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോകുന്നവരൊക്കെ ഇന്ന് ഇറങ്ങി. പക്ഷെ അതിന്റെ ഒരു ഘട്ടം ആ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ശരീരത്തിലും കോൺഗ്രസിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെയും വളരെ സമർത്ഥമായി വൈറസ് കയറി ബാക്ടീരിയ കയറി പിടിമുറക്കുന്നത് പോലെ കോൺഗ്രസിനെ നിലംപരിശാക്കിയ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ഇപ്പൊ അതിന് തടി രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പണിയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. കോൺഗ്രസ് അന്ന് പഠിച്ച പണിയൊക്കെ പഠിച്ചാൽ മൃദു ഹിന്ദുത്വം, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്തുന്ന എന്നിട്ട് വല്ല കാര്യം കോൺഗ്രസിന് കിട്ടിയോ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ എല്ലാം കോൺഗ്രസിന് ഇപ്പോഴും നല്ല വോട്ടർമാരുണ്ട്, ജയിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ EVM മെഷീൻ ഒന്ന് എടുത്തുകൊണ്ട് വേറെവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് കോൺഗ്രസ് ജയിക്കും. ഇന്ത്യയിലെ പൊതുസമൂഹം വളരെ ശക്തമായി ആ ഒരു മെഷീൻ ഒന്ന് എടുത്തു വെച്ചിട്ട് കടലാസിൽ ഒന്ന് വോട്ട് ചെയ്ത് സത്യസന്ധമായി പ്രക്രിയ നടക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഇറക്കി വന്ന് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതേ പരീക്ഷണം കേരളത്തിൽ നടത്താനാണ് വെള്ളാപ്പള്ളി നടേശൻ മുതൽ മറ്റെല്ലാ സംവിധാനങ്ങളെയും വെച്ചുകൊണ്ട് CPM പാലം കിടക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കളിയിൽ ഓൽക്ക് നിഴൽ യുദ്ധം നടത്താനുള്ള ഒരു സാധനമായിട്ട് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് ആ കളിയിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയാണ് മുന്നിൽ വെക്കുന്നതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രശ്നം നേരത്തെ അതിന്റെ എല്ലാ ഭാഗങ്ങളോട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിനെയാണ് പ്രശ്നം, ഇസ്ലാമിനെയാണ് ഇവരൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ക്യാപിറ്റലിസത്തിന്റെ പ്രശ്നം ഇസ്ലാമാണ്, സയനിസത്തിന്റെ പ്രശ്നം ഇസ്ലാമാണ്, ഫാസിസത്തിന്റെ പ്രശ്നം ഇസ്ലാമാണ്. അതേ ആ ധാരയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ വിശദീകരിക്കാനും വിശകലനം ചെയ്യാനും വിമർശിക്കാനുമാണ് CPM സമയമെടുക്കുന്നതെങ്കിൽ നിങ്ങളും അതേ കൂടാരത്തിലേക്ക് കയറി ചെന്ന് അവിടെ ഇരുന്നു കൊണ്ട് ഇസ്ലാം വിരുദ്ധ ശക്തികൾ, അതല്ല മറുഭാഗത്ത് സത്യസന്ധവും നീതിപൂർവകമായ വായനകളും പഠനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാമും എന്താണ് അവതരിപ്പിക്കുന്നത് എന്ന് പഠിക്കാനും പരസ്പരം പങ്കുവെക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റുമെങ്കിൽ അതിലേക്ക് പോകേണ്ടുന്ന അവസാനത്തെ സന്ദർഭങ്ങളിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വിനീതമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് മലപ്പുറം ജില്ല അടക്കമുള്ള, മലബാർ അടക്കമുള്ള, കേരളം അടക്കമുള്ള അതിന്റെ എല്ലാ സംവിധാനങ്ങളിലും നമ്മൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ കേരളത്തെ വർഗീയ ഫാസിസത്തിന്റെ കീഴിലൊതുക്കാനുള്ള അണ്ടർഗ്രൗണ്ട് പ്രൊജക്ടുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കുറച്ചുകൂടി സത്യസന്ധവും നീതിബോധവും ധാർമ്മികതയും മൂല്യബോധവുമുള്ള നിലപാടുകളിൽ നിന്നുകൊണ്ട് വിമർശനങ്ങളും വിലയിരുത്തലുകളും വിശകലനങ്ങളും കൊടുക്കലും എടുക്കലും വാങ്ങലും ഒക്കെ നടത്താൻ സത്യസന്ധമായി നമ്മൾ രംഗത്ത് വരണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്.